നിങ്ങളുടെ മുമ്പിൽ ഒരു നാടകം കളിക്കുകയാണ്. ദുഃഖിതയായിരിക്കുന്ന അമ്മ മഹാറാണി തമ്പുരാട്ടി ഈ നാടകം കണ്ട് സന്തോഷിക്കുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. നാടകം സോപ്പേ ചീപ്പേ കണ്ണാടി. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. നമ്മുടെ പ്രതിബിംബം കാണുന്ന നിലക്കണ്ണാടി കണ്ടുപിടിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. സംഗീതം റെക്കോർഡിംഗ് ജയം പ്രസാദ്, ജയം ഡിജിറ്റൽ പുറക്കാട്. മഹാറാണിയെ സന്തോഷിപ്പിക്കുന്നവർ സർവശ്രീ കരുണാകരൻ, ജോർജ് വർഗീസ്, ജയകുമാർ എസ്, ശശികുമാർ, പ്രവീൺ കുമാർ, രാധാകൃഷ്ണൻ, ശ്രീയക്ക, എസ്തേർ ജോഷ്വ, ഇന്ദിര ബാബു, എസ് ഉഷസ്, ജിജി സാം, കൂടെ രവിപ്രസാദും. നാടകരചനയും സംവിധാനവും രവിപ്രസാദ് മായാലി. ഇവർക്ക് ഈ ചന്ത എന്താ കാര്യം? മാനമര്യാദയ്ക്ക് ജോലി ചെയ്യാൻ അനുവദിക്കത്തില്ല. വരേൻ വരേൻ, ആർക്കും വെക്കാം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. പഴുത്തളിഞ്ഞ മീൻ കൊടുത്ത് മനുഷ്യനെ പറ്റിക്കുന്ന ഒരു അന്തസ്സുള്ള പണിയായി. കടന്നു വരും ആർക്കും വെക്കാം. തന്നെ ഇവിടെ നോടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോലീസുകാരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. പോലീസ് എനിക്ക് പുല്ല. കടന്നു വരും ആർക്കും വെക്കാം. കഴിഞ്ഞ ആഴ്ചയല്ലേ അവര് തന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്. അപ്പൊ നീയൊക്കെ നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒറ്റയടിക്ക് ചുരുണ്ടു വീഴുന്നത് കണ്ടാൽ ആരാ ചിരിക്കാത്തത്? ഇത്രേ ഉള്ളടി നിന്റെയൊക്കെ സ്നേഹം. കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോ നമ്മളീ ചന്തകളോ? താനാ ചന്ത. ഈ ചന്ത കൊണ്ടാ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അന്തസ്സുള്ളവര്. എനിക്കും അന്തസ്സിന് കുഴപ്പമൊന്നുമില്ല. ഞാനും എന്റെ കുടുംബവും അഭിമാനത്തോടെ ജീവിക്കുന്നത്. അറിയാമേ, തന്റെ മൂത്ത മോനെ എന്തിനാ പോലീസ് കൊണ്ടുപോയത്? പോലീസുകാർക്ക് വേറെ പണിയില്ലാത്തോണ്ട്. കഞ്ചാവ് കച്ചവടത്തിൽ തന്റെ മോനെ പോലീസുകാർ തപ്പിയതേ ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. കഞ്ചാവ് വലിക്കുന്നതൊന്നും കുറ്റമല്ല, അത് വിതരണം ചെയ്ത എന്റെ മോനാ കുറ്റക്കാരൻ. നീ പോകണ്ടേ? പഴുത്ത മീൻ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ നോക്ക്. പറ്റിക്കണോ? പറ്റിക്കണി, എന്നാ പറ്റിക്ക. ഇനി അടുത്ത് വന്നേ. എന്നെയാണോ നീ വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് പറ്റിക്കുന്നത്, മനസ്സിലായോടാ? എടി ക്ലാരേ, നീ ക്ലാര അല്ലടി, ക്ലാരയാ. ആരും കാണാനില്ല കാര്യം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. വേരാജാവേ ആർക്കും വെക്കാം. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. ആർക്കും വെക്കാം. മായമില്ല, മന്ത്രമില്ല, ആർക്കും വെക്കാം. നീ എന്നെ കണ്ട് മുങ്ങാനാണോ ഭാവം? ചേട്ടാ, ഇന്ന് പിരിവൊന്നും നടന്നില്ല. പറ്റുകയില്ല. എന്റെ പിരിവ് തരാതെ ചന്തയിൽ ആരും വരണ്ട, ആരും കച്ചവടവും ചെയ്യണ്ട. താടാ, ഇന്ന് വൈകിട്ട് അങ്ങ് ഏൽപ്പിക്കാം. 1ന് 2. പല കച്ചവടക്കാരും എന്നെ വെട്ടിച്ച് കടന്നു കളയുന്നുണ്ട്. ഈ സോമരാജൻ ആളൊരു വില്ലനാ. ഗുണ്ടാപ്പിരിവ് തരാത്ത ഒരുത്തരും ഈ ചന്തയിൽ കച്ചവടം നടത്തണ്ട. പറഞ്ഞത് മനസ്സിലായോടാ? മനസ്സിലായി. അയ്യോ, എടുക്കല്ലേ. ഇന്ന് ഇതേ കിട്ടിയോളൂ, എടുക്കല്ലേ. എന്റെ പടി ആയില്ലല്ലോടാ. ഈ സോമരാജൻ ഇനിയും വരും.
തന്നില്ലെങ്കിൽ ഈ മുച്ചീട്ടുമായി ഈ ചന്തയിൽ നീ ഉണ്ടായിരിക്കത്തില്ല. അതെ, സമ്മതിച്ചു. ആ ചേട്ടാ വെക്കുന്നോ? ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. വെയ് ചേട്ടാ വെയ്. നീ പോടാ. ആ വെയ് രാജാ വെയ്. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. ആദ്യം വെക്കാം. വെയ് രാജാ വെയ് വെയ് വെയ്. മടി കൂടാതെ വെച്ചാൽ മടി നിറച്ചു കൊണ്ടുപോവാം. അരച്ചിരിക്കാതെ മടിച്ചിരിക്കാതെ വരൂ വരൂ. വെയ് 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 രാജാ വെയ്. വെച്ചാൽ ഇരട്ടിപ്പണം കിട്ടുവോ? ധൈര്യമായിട്ട് വെക്കേട്ടാ. എന്റെ പെരുമോൾ മീൻ വാങ്ങാൻ തന്നു വിട്ട കാശ. എന്നാലെന്താ ഈ സഞ്ചി നിറയെ മീൻ കൊണ്ടുപോവാം. ഈ പോക്കറാണ് സത്യം. മുഖം കണ്ടിട്ട് കോടീശ്വരനാകാനുള്ള ലക്ഷണം കാണുന്നുണ്ട്. ഉണ്ടോ? സംശയം എന്താ? മുഖം കണ്ടാൽ അറിഞ്ഞുകൂടെ? ഉറപ്പാണ്. ആ മടിച്ചിരിക്കാതെ മടി കൂടാതെ കൊണ്ട് വെയ്. മടി നിറയെ കൊണ്ടുപോവാം. ആ ഐശ്വര്യയുടെ കൊണ്ട് വെച്ചേ. കാശല്ലേ വിട്ടാൻ പോകുന്നത്. കണ്ടോ, അടിച്ചു കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇരട്ടി പൈസ. പിടിച്ചോ, ഒപ്പം പൈസ പിടിച്ചോ. കയ്യിലുള്ളത് മൊത്തം വെച്ചോ. നല്ല സമയമാ. വെച്ചോ, ഇരട്ടി കിട്ടും. വെയ്. എന്നാ ഇതാ മൊത്തം കിട്ടുന്നു. അയ്യോ പോയല്ലോ. ഓ അതങ്ങനെ കാര്യം അടിച്ച കമ്പനിക്കുള്ളോ. ആ ഇനിയും വെച്ചോ. ഇതെല്ലാം തിരിച്ചു പിടിക്കാം. ഇനി എന്റെ കയ്യിലൊന്നുമില്ല. മീൻ വാങ്ങാതെ ഞാൻ എങ്ങനെ വീട്ടിലോട്ട് ചെല്ലും? എടാ നീ ആ കാശ് തിരിച്ചതാ. ആ പോലീസുകാർ വരുന്നു. ഇവിടെ കിടന്ന് കറങ്ങാതെ എളുപ്പം വീട്ടിൽ പോകും കേട്ടോ. ഞാൻ പിന്നെ വരാം. നീ ഗുണം പിടിക്കത്തില്ലടാ. സോപ്പേ ചിപ്പേ കണ്ണാടി, സോപ്പേ ചിപ്പേ കണ്ണാടി. ഇതാ ഞാൻ ഇട്ടാക്കിയല്ല. അല്ലേ? എന്നാ അമ്മാവു, എന്താ മുഖത്തൊരു വിഷമോ? ഈ വിഷമിച്ചിരിക്കുന്ന മുഖം കാണാൻ ഒരു പുതിയ കണ്ടുപിടുത്തവുമായിട്ടാണ് ഈ ഷുക്കൂർ വന്നിരിക്കുന്നത്. ഇന്ന് വരെ ആരും സ്വന്തം മുഖം കണ്ടിട്ടില്ലല്ലോ. എന്നാൽ പുതിയ ഒരു ഉപകരണം ഇറങ്ങിയിരിക്കുന്നു. മുഖം കാണുന്നത് അമ്മാവന്റെ മുഖം കണ്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ കാണാനാ? മറ്റുള്ളവരല്ലേ എന്റെ മുഖം കാണാൻ. എന്നാൽ അമ്മാവന്റെ ഈ സുന്ദരമായ മുഖം കാണും. അതിനുള്ള ഉപകരണം ഈ ഷുക്കൂറിന്റെ കയ്യിലുണ്ട്. കണ്ണാടി എന്ന് പറയും. ദേ, ഇതാണ് സാധനം. ഇതിലോട്ടൊന്ന് നോക്കിയേ. ഇതൊരു പടമല്ലേ? അല്ല, ഈ കാണുന്നത് അമ്മാവനാണ്. അയ്യോ, ഇതെന്റെ അച്ഛനെ പോലെ ഇരിക്കുന്നു. ഇതാണ് അമ്മാവന്റെ യഥാർത്ഥ മുഖം. ഇങ്ങനെയാണോ ഞാൻ? ഇത് ഏതോ കിളവന്റെ പടവാ. ഇത് അമ്മാവൻ തന്നെയാ. എനിക്ക് ഇത്രയും പ്രായമുണ്ടോ? കുഞ്ഞാണെന്നാണോ വിചാരം? ഇതാണ് കണ്ണാടി. കണ്ണാടി കള്ളം പറയില്ല. ഇത് ഇനി തരുമോ? നല്ല വിലയാണ്. ഉണ്ടോ? 300 രൂപ. താൻ ഇത് മുഴുവൻ വെച്ചു തീർക്കല്ലേ? ഞാൻ കാശ് എടുത്തോണ്ട് വരാം. പൊയ്ക്കളയല്ലേ? ഇല്ല. സോപ്പേ ചിപ്പേ കണ്ണാടി. ശുക്കൂറെ, ഒരെണ്ണം എനിക്ക് താടാ മോനെ. നീ ചന്തയെ കൊണ്ട് വിറ്റ മുഖം കാണുന്ന സാധനം എനിക്കൂടെ താടാ. ഇനി 2 എണ്ണം കൂടെ ഉള്ളു. എന്നെ ഒന്ന് കാണീരടാ. ചേച്ചിയുടെ മുഖം ഒന്ന് കാണട്ടെ. തഞ്ചപ്പെട്ട് കാണിക്കാം. ദാ, നോക്ക്. അയ്യോ, ഞാൻ ഇങ്ങനാണോടാ? പിന്നെ ഇത് നിങ്ങൾ തന്നെ. അയ്യോ, ഞാൻ ചിരിക്കുന്നല്ലോടാ. ഒന്ന് കരഞ്ഞേ. ഞാൻ എന്തിനാടാ കരയതേ? നിങ്ങൾ തന്നെയാണെന്ന് തെളിയിക്കാനാ കരഞ്ഞേ. അയ്യോ, ശരിയാണല്ലോ. ഞാനും കരയുന്നു. ഇത് ഞാൻ തന്നെ ആണല്ലോ. സമ്മതിച്ചല്ലോ. ചുമ്മാതല്ല ഈ സാധനം വാങ്ങാൻ നിനക്ക് ചുറ്റും ആളുകൾ കടിച്ചു കൂടിയത്. കൊണ്ടുവന്നതെല്ലാം ചൂടക്കം പോലെ വിറ്റു. എടാ, എന്നാൽ എനിക്ക് തടാ ഒരെണ്ണം. ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാ? എത്രയാടാ? ഒരെണ്ണം 300 രൂപ. നീ വന്ന ഒറ്റ കാരണം കൊണ്ട് എന്റെ കച്ചവടം നടന്നില്ലടാ. കൊണ്ടുവന്ന പപ്പടം അപ്പാടെ എന്റെ കൊട്ടയിലുണ്ട്. എടാ, കടം താടാ. നാളത്തെ കച്ചവടം കഴിഞ്ഞ് ഞാൻ തരാം. നാളെ വരുമ്പം തരാം. ഇനി 2 എണ്ണമേ ഉള്ളേ. 2 പേർക്ക് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു പോയി. ചേച്ചി നാളെ വാ. നാളെ തരണേ. ഇത് കിട്ടിയിട്ട് വേണം എന്റെ കെട്ടിയോനെ മക്കളെയും കാണിക്കാൻ. കെട്ടിയോന് വലിയ അഹങ്കാരമാണ്. വലിയ സുന്ദരനാണെന്നാ ഭാവം. ഈ സാമാനം ഒന്ന് നോക്കട്ടെ, അപ്പൊ അയാളുടെ അഹങ്കാരം ശമിക്കും. മടക്കല്ലേടാ.
നാളെ തരണേ. സുപ്പേ ചിപ്പേ കണ്ണാടി, മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കണ്ണാടി. ചന്തയെ നിരത്തി വെച്ചതായിരുന്നു. ആരെങ്കിലും അടിച്ചു മാറ്റിനാണോ റബ്ബേ? ഒന്ന് പോയി നോക്കാം. ഇന്നത്തെ കച്ചവടം മോശമായിരുന്നല്ലോ. അതെങ്ങനെ ആ ശുക്കൂർ ഏതാണ്ട് മുഖം കാണുന്ന കുന്തിരാണ്ടം വിൽക്കാനിറങ്ങി. എല്ലാ പഹയന്മാർക്കും അത് മതി. അത്ര വിൽക്കാണ്ട് വീട്ടിനകത്ത് എങ്ങനെ ചെല്ലും? നബീസാന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നാലും ഒരു സമാധാനമുണ്ട്. ഒന്നാ ആ കുന്തിരാണ്ടം അത് നമ്മുടെ കയ്യിലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നബീസാനെ കാണിക്കണം. ആ തന്തിയായില്ല. ആ ബീച്ചിലൊക്കെ ഇറങ്ങിയാല് അത്ര കച്ചവടം നടക്കും. നേരെ വീട്ടിയാൽ കുഴപ്പമില്ല, അങ്ങോട്ട് പോകാം. അത്രേ അത്രേ അറബി അത്രേ അത്രേ. സമയം എന്തായിന്ന് അറിയുമോ? രാത്രി 9 കഴിഞ്ഞ്. മുട്ടിക്കോ? തുറക്കത്തില്ല. കഥവ് തല്ലി പൊളിച്ചാലും നമ്മൾ തുറക്കില്ല. നബീസ, ഇത് ഞാനാ, ശോശാമച്ചിയാ. ആന്നോ? നിന്റെ കെട്ടിയാൻ ഇതുവരെ വന്നില്ലേ? ഈ ഒറ്റയ്ക്കുള്ള ഇരിപ്പ് പതിവായല്ലോ കർത്താവേ. പറഞ്ഞ കബീറിക്കാക്ക് മനസ്സിലാവില്ല. കോഴിക്കോട്ടുനിന്ന് ഇവിടെ വന്ന് താമസമാക്കിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളു. ഈ സ്ഥലം നമുക്കൊട്ട് കുടിയുമില്ല. 7 മണിക്ക് മുമ്പേ വരാറുള്ള കബീറിക്ക ഈയിടെ താമസിച്ചാ വരണത്. എന്നാലും നീ ഒറ്റയ്ക്കാണെന്നൊരു വിചാരം അയാൾക്കില്ലല്ലോ. മക്കളുണ്ടായിരുന്നെങ്കിൽ അതൊരു കൂട്ടായനെ. ഇതിപ്പോ മക്കളും ഇല്ല, അയാൾക്ക് മക്കൾ ഉണ്ടാകത്തുമില്ല. അത് ശോശാമ്മച്ചിക്ക് എങ്ങനെ അറിയാം? അയാൾ എന്റെ വീട്ടിൽ കുറെ നാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നില്ലയോ? നിങ്ങൾക്കറിയുമോ, കച്ചവടം കഴിഞ്ഞാൽ ഇക്ക രാത്രിയിൽ എവിടെ പോവാ? അത്താഴം ഉണ്ടാക്കി ഞമ്മള് കാത്തിരിക്കുക, വന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. നീ എടുത്ത് കഴിക്കടി നബീസ. എന്നിട്ട് ബാക്കിയുള്ളതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിയാ വന്ന് പഴങ്ങഞ്ഞു കുടിച്ചോളൂ. നമ്മൾ എന്ത് വിഷമിക്കുന്നു ശോശാമ്മച്ചിക്ക് അറിയുമോ? പിന്നെ എനിക്ക് അറിയത്തില്ലയോ? നീ സമാധാനപ്പെടു നബീസ. ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലടി. ഏതെങ്കിലും പെണ്ണുങ്ങളെ പുറകെ പോകില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് നിന്നെ സമാധാനിപ്പിക്കാനല്ലേ ഞാൻ എന്നും വരുന്നത്. നബീസ മോളെ, നീ കരയാതെ. അയാൾക്ക് എവിടെയെങ്കിലും കാര്യമായ ബന്ധം കാണും. നീ സമാധാനപ്പെട്. നിന്നെ സമാധാനപ്പെടുത്താനല്ലയോ ഞാൻ വരുന്നത്. അയാളുടെ അത്തർ വാങ്ങിയ ഏതെങ്കിലും പെണ്ണ് മണം സുഖിച്ച് അയാളുടെ കൂടെ കൂടി കാണും. അല്ലാതെ എന്താ? നീ വിഷമിക്കേണ്ട. നിന്നെ സമാധാനപ്പെടുത്താനല്ലയോ ഞാൻ വരുന്നത്. ആരാ? കബീറാണോ? ഇക്ക ഞാനാ, മണിയനാ. കഥവ് തുറക്ക്. പൂട്ടിയിട്ടില്ല, കേറി വാ. ഒരു സ്ത്രീ മാത്രം താമസിക്കുന്നിടത്ത് ഈ രാത്രി നിനക്ക് എന്താണ് അവിടെ കാര്യം? ഇന്ന് പള്ളിപ്പാട്ടായിരുന്നു പണി. പണി കഴിഞ്ഞപ്പോ ഇരുട്ടി. നാളെ പറമ്പിന്റെ അതിൽ വേലി കെട്ടുന്ന കാര്യമേ കബീർ പറഞ്ഞായിരുന്നു. നാളെ രാവിലെ വരണോന്ന് ചോദിക്കാൻ വന്നതാ. ഇല്ലേൽ എനിക്ക് വേറെ പണിക്ക് പോണം. മണിയോ, വേലി കെട്ടുന്നത് എന്റെ അതിരിലല്ലേ? അളന്ന് നോക്കി ഞാൻ പറയാം, അപ്പൊ നീ വന്ന് കെട്ടിയാ മതി. വറീത് മാപ്പിളെ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ അയാളുടെ ഭാര്യയാ, ഞാൻ തീരുമാനിക്കും. ഓ, രാത്രി സമയം നോക്കി അവനൊരു വേലി കെട്ടാൻ വന്നിരിക്കുന്നു. ദേ, ഞാൻ അത്രക്കാരനല്ല കേട്ടോ. നീ ജലമണിയാ. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. നീ ചെല്ല് ചെല്ല്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരെ കാണുമ്പോ ചിലർക്ക് സോക്കേടാ. ഈ ഞാനും കുറെ അനുഭവിച്ചതാ. സുന്ദരി ആയിപ്പോയത് എന്റെ കുറ്റമാണോ? ശോശാമേ, നീ മരുന്നില്ലേ? എനിക്ക് കിടക്കണം. ഇങ്ങനെ പറയുന്ന കേട്ടാ തോന്നും ഞാൻ ഇങ്ങനെ കൂടാ കിടക്കുന്നേന്ന്. എടി, നീ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിത്താ, എനിക്കൊന്ന് കുളിക്കണം. കബീർ വന്നില്ലേ? വന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുവോ? നബീസ, കരയാതെ. കബീർ ഇങ്ങ് വരും. കച്ചവടത്തിന് പോയതല്ലേ?
ഓ, നിങ്ങൾ സമാധാനിപ്പിക്കണ്ട. ഏ നിങ്ങളെ എനിക്കറിയാം. കുർബാനയ്ക്ക് പള്ളി വന്ന അമ്മയെ. ശോശാമ്മേ, വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നീ കേറി കിടക്കു പെണ്ണെ. വാ മനുഷ്യനെ, ഇങ്ങോട്ട് വാ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കബീർ വന്നാല് മുറിയും തുറക്കരുത്, ആഹാരവും കൊടുക്കരുത്. പറഞ്ഞേക്കാം. ഇനി വരട്ടെ. മുറിയും തുറക്കൂല, അത്താഴവും കൊടുക്കൂല. പാവം കാത്തിരുന്ന കണ്ണ് കഴിച്ച് ഉറങ്ങി കാണും. നിങ്ങളെന്താ താമസിച്ചേ? എന്താന്ന് പറയും. പറയാ, എന്നാ നിനക്കിഷ്ടമുള്ള ബോണ്ട. ഞമ്മക്ക് വേണ്ട. ഷോ, കളയാതെ പൊന്നെ, കായ് കൊടുത്ത് വാങ്ങിയതാണ്. നിങ്ങൾ എവിടായിരുന്നു? പറ പറ, നിങ്ങൾ എവിടായിരുന്നു? ചന്തയിൽ ഇന്ന് കച്ചവടം മോശമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ബീച്ചിൽ പോയി. നിങ്ങൾ ഞമ്മോട് കള്ളം പറയുക. ഏത് പെണ്ണിന്റെ കൂടെ ബീച്ചിൽ പോയത്? പെണ്ണോ? ഈയിടെയായി നിനക്ക് ഞമ്മോട് പേരുത്ത സംശയമാ. പറ, ഏത് പെണ്ണിന്റെ കൂടെ പോയെന്ന്? അനക്ക് ഞമ്മളെ വിശ്വാസം ഇല്ലേ? ഇല്ല. റബ്ബേ, എങ്കിൽ പോയി. ഏത് പെണ്ണിന്റെ കൂടെ പോയേ? നിങ്ങൾ പറ പറ. ഓ, പറയാ. ഞമ്മടെ കയ്യിൽ നിന്ന് അത്തർ വാങ്ങിയ ഒരു മൊഞ്ചത്തി പെണ്ണ് ഞമ്മടെ പുറകെ വന്ന്. എന്നിട്ട് ബീച്ചിലൊക്കെ കറങ്ങി നടന്നു അല്ലേ? എന്നിട്ട് അവള് ഞമ്മളോട് ചോദിക്കുവാണ് ഇഷ്ടാണോന്ന്. നിങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളെ നമ്മള് കൊല്ലും. നിങ്ങളെ കൊല്ലും. പടച്ചോനെ, ഇവളോടൊരു തമാശ പറയാൻ പാടില്ലല്ലോ. ശോശാമ്മച്ചി പറഞ്ഞത് എത്ര സത്യ. നിങ്ങൾക്ക് അത്താഴവും തരില്ല, അതോ കുഴപ്പമില്ല. പാവം, ദേഷ്യം തീരുമ്പോ വിളിഞ്ഞും വരും. നല്ല ക്ഷീണമുണ്ടല്ല, ഉറക്കം വരുന്നു. ആ സോപ്പ് ചീപ്പുകാരൻ ഷുക്കൂർ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയ ആ കുന്തിരാണ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എങ്കിലും അതിലൊരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുന്തിരാണ്ടം എന്താണെന്നൊന്ന് നോക്കാം. ഞമ്മടെ ബാപ്പാന്റെ പടം അങ്ങക്ക് എങ്ങനെ കിട്ടി? ഞമ്മടെ ബാപ്പ ഇവിടെ പൊന്നു ബാപ്പ. ബാപ്പ, ഉമ്മ ഉമ്മ. ബാപ്പ ഞമ്മക്ക് ഉമ്മ തരണം. അയാൾ എന്തിന് ഞമ്മടെ ബാപ്പാന്റെ പടം വിൽക്കാൻ കൊണ്ട് നടക്കണം? തൽക്കാലം ഇത് നബീസ് അറിയണ്ട, സൂക്ഷിച്ചു വെക്കാം. ഉറങ്ങിപ്പോയോ? പാവം, വിശന്നിട്ടുണ്ടാവും. എനിക്കറിയാം കബീർക്കൊക്കെ നമ്മളെ പെരുത്തിഷ്ടാണ്. അത്ര മുഴുവനും വിറ്റ് കാണുമോ നോക്കാം. ഇതെന്തൊട്ട് സാധനം? ഇതാര്? ഈ മൊഞ്ചുള്ള പെണ്ണ് ഏത്? അപ്പൊ ഇങ്ങനെ പറഞ്ഞത് സത്യമായിരുന്നു. നീ ഏതാണ്ട് ഈ ബിലിസേ? എന്റെ കെട്ടിയവനെ കൊണ്ട് ബീച്ചിൽ ഇറങ്ങിയ അസത്തെ കൊല്ലുവടി നിന്നെ ഞാൻ. എന്താ നബീസ? നിങ്ങൾ പറ, ഈ പെണ്ണ് ഏത്? ഏതാണ്? അത് ഞമ്മടെ ബാപ്പയാണ്. അതെ, ബാപ്പയ്ക്ക് മുടിയുണ്ടോ? ബാപ്പ കണ്ണെഴുതുവോ? ബാപ്പ കാതി കമ്മലിടുവോ? നിനക്കെന്താ പുരാത് പിടിച്ച? എടി, അത് ഞമ്മടെ ബാപ്പയാണെന്ന്. നിങ്ങൾ ഞമ്മളെ പറ്റിക്കുമായിരുന്നു. എടി അഹങ്കാരി, നിന്നെ ഞമ്മള് ഞമ്മടെ ബാപ്പ എറിഞ്ഞുടക്കല്. ഇവിടത്തെ ഇല്ല, ഇവിടത്തെ ഇല്ല, എടി വിടടി. എടി വിടാൻ. ഇല്ല, എന്താ ഇത്? രണ്ടുപേരും കൂടെ അതിനകത്ത് തുറന്നുണ്ട്. ശോശാമ്മച്ചി,
പറഞ്ഞത് സത്യമാ. ഇയാളൊരു പെണ്ണിന്റെ പടവും കൊണ്ട് നടക്കുക. നോക്ക്, ഇങ്ങനെ തന്നെ നോക്കട്ടെ. അയ്യയ്യേ, ഇത് ഏത് സ്ത്രീ? ഒരു വർക്കത്ത് കണ്ടവള്. കണ്ടാൽ അറിയാം മഹാ അഹങ്കാരിയാണെന്ന്. കബീറേ, സുന്ദരിയായ ഒരു കെട്ടിയോളില്ലേ നിനക്ക്? ഈ വൃത്തിയോടെ പോകേണ്ട വല്ല ആവശ്യം നിനക്കുണ്ടോ കബീറേ? ശോശാമേ, നീ എഴുതിയില്ല, എന്നെ വഴിക്കരുത്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട. ഇത് ഞങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യമാ. ഈ രാത്രിയിൽ ഇങ്ങോട്ട് വരാൻ നിങ്ങളോട് ആര് പറഞ്ഞു? രാത്രിയല്ലേ, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ദേ, ഈ പടം ചൊല്ലിയാണ് ഇവിടെ വഴക്ക്. നിങ്ങളൊന്ന് നോക്കിയേ. നോക്കട്ടെ. നിങ്ങൾ എന്തായി പറയുന്നേ? ഇത് പ്രായമായ ഒരു പുരുഷന്റെ പടമാ. ഇതാണോ നീ പെണ്ണാണെന്ന് പറഞ്ഞത്? കണ്ട ആണുങ്ങൾ വശത്ത് ചേർന്നത് കണ്ടോ? ഇതിനൊരു പരിഹാരം കാണാതെ നീ അടങ്ങി ഇരിക്കരുത് നബീസേ. അല്ലാ, ഞമ്മടെ അവസ്ഥ ഞമ്മൾ ആരോട് പറയും? എന്താ ഇവിടെ പുറത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നു? ഈ നാട്ടുകാരെല്ലാം ഉണ്ട്. ഈ വാർഡിലെ മെമ്പർ ആയി പോയത് കൊണ്ട് ഒന്ന് വന്ന് അന്വേഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. മെമ്പറെ, ഇയാൾ എന്നെ വഞ്ചിച്ച് കാമുകിയുടെ പടവും കൊണ്ട് നടക്കുക. ഇനി ഞമ്മൾ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ഇതീന്റെ ബാപ്പയുടെ പടമാണ്. വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞവരല്ലേ നിങ്ങൾ? ഒരു പടത്തിന്റെ പേരിൽ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയാണോ? മെമ്പർ ആ പടം വാങ്ങിച്ചൊന്ന് നോക്കിയേ. നോക്കട്ടെ. ശരിയാണല്ലോ, ഇതൊരു സ്ത്രീയുടെ പടമാണല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ സത്യമാണേ. മെമ്പർ ഇതിലൊന്ന് ഇടപെടണം. ഞാനിത് ഗ്രാമസഭ കൂടുമ്പോൾ അവതരിപ്പിക്കുന്നതായിരിക്കും. ആരെ നാറ്റിക്കും, ഇവിടെ വെച്ച് തീർക്കുന്നതാണ് നല്ലത്. ഞമ്മടെ ബാപ്പയുടെ പടം വെച്ച് ഇവിടെ ആരും കളിക്കണ്ട. ഇവിടെ തന്നെ നിങ്ങൾ വെള്ളം വെക്കാതെ ഒന്ന് മാറുന്നേ. പിടിച്ച് ഉണങ്ങണേ ശോശാമേ. നബീസ, നീ വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കരുത്. പുറത്ത് ആൾക്കാരൊക്കെ കൂടെ നിൽക്കുന്നു. നാടകമില്ലേ? നിങ്ങളല്ലേ നിർത്താൻ പറഞ്ഞത്? പറഞ്ഞ് മനസ്സിലാക്കിയേ. നീ ഒറ്റ ഈ പ്രശ്നം മനസ്സിലാക്കിയത്. പറയടാ പോക്കറെ, എന്റെ കണ്ണാടി പൊട്ടിച്ചെടുത്ത് ഇങ്ങേർക്ക് കൊണ്ട് കൊടുത്തത് നീയല്ലേടാ? തൊണ്ടിയോടെ പിടികൂടാനാ ഈ രാത്രി തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. വേലക്കാരൻ ചോദിച്ചപ്പോ താൻ തന്നില്ലല്ലോ. മുച്ചീട്ട് കളിച്ച് നീ മനുഷ്യനെ കളിപ്പിക്കുന്നു. ഇപ്പൊ മോഷണം കൂടെ തുടങ്ങിയല്ലേ? കണ്ണാടി വാങ്ങി താടാ. കബീറെ, നീ ആ കണ്ണാടി ഇഞ്ഞതാ. തനിക്ക് ഞമ്മള് കാശ് തന്നിട്ടല്ലേ വാങ്ങിയത്? എടാ കബീറെ, നീ അതങ്ങ് കൊട്, അല്ലെങ്കിൽ അയാൾ എന്നെ പോലീസിൽ ഏൽപ്പിക്കും. വഴി വെച്ച് എനിക്ക് 3-4 എണ്ണം തരികയും ചെയ്തു. നീ ആ സാധനം കൊടുക്കടാ, നമുക്കെന്തിനാ മറ്റുള്ളവരുടെ. കണ്ണാടി എവിടെ? താൻ്റെ കിടക്കണം. ആഹാ, അത് തറയിലെറിഞ്ഞ് ഉടച്ചോ? താൻ ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. ഭാഗ്യം, ഒട്ടിയില്ല. ഇതിന്റെ പേരിലെന്തോ പുകിലായിരുന്നു ഇവിടെ. മനസ്സിലായി. ഈ സാധനം എന്ന് നീ പാവങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. കബരിങ്ങി വന്നേ, യവിങ്ങി വന്നേ, പിടിക്കേ. നോക്ക്, രണ്ടുപേരും ചേർന്നൊന്ന് നോക്കിയേ. നീയാണിത്? അയ്യോ ഇക്ക, ഇത് ഇക്കയാ. അപ്പോ ഇവര് രണ്ടും ഞമ്മളാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. അപ്പോ സോപ്പേ ചീപ്പേ കണ്ണാടി. സോപ്പേ ചീപ്പേ കണ്ണാടി. കണ്ണാടി കള്ളം പറയില്ല. മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് മുമ്പ് സ്വയം വിമർശനം നടത്തണം. നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത് നമ്മളെ നേരിട്ടറിഞ്ഞുകൊണ്ടായിരിക്കണം.